ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സേറാസ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 2 തരത്തിലുള്ള റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. അപ്പം ആദ്യത്തെ ഡ്രിങ്കിലേക്ക് പോവാം. അതിനുവേണ്ടി ആവശ്യത്തിനൊരു തണ്ണിമത്തൻ എടുക്കുക. അതിനുശേഷം അതിൽ തണ്ണിമത്തങ്ങ ഒരു കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. അരിഞ്ഞു വെച്ച നമ്മളിപ്പോൾ അരിഞ്ഞെടുത്ത ആ തണ്ണിമത്തൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. നമ്മൾ സ്മാഷ് ചെയ്തെടുത്തതിലേക്ക് 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്മാഷ് ചെയ്ത് തന്നെ അത് മിക്സ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടാണത് കിട്ടേണ്ടത്. ഓൾറെഡി നമ്മുടെ തണ്ണിമത്തൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്തപ്പം നല്ലൊരു ലൂസ് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു. നോമ്പൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോമ്പ് തുറക്കി ഇതൊരു നല്ലൊരു ടേസ്റ്റിയും അതുപോലെ ഒരു റിഫ്രഷിങ്ങും തരുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്കിനായിട്ട് ആവശ്യത്തിന് തണ്ണിമത്തങ്ങ എടുക്കുക. അത് കഴിഞ്ഞ് അത് ചെറിയ പീസായി കട്ട് ചെയ്ത് പറ്റുന്ന പോലെ അതിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക. എന്നിട്ടൊരു 1 മണിക്കൂറെങ്കിലും അത് ഫ്രീസ് ചെയ്ത് എടുക്കുക. നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത തണ്ണിമത്തങ്ങ ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങ ആണെങ്കിൽ എക്സ്ട്രാ നമ്മൾ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വേണം നിങ്ങൾ മധുരം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് ഒരു 1/2 പഴവും പിന്നെ പാല് ക്യൂബ്സ് ആക്കി എടുത്തത് അതൊരു 5-6 ക്യൂബ്സും പിന്നെ ഒരു 2 സ്പൂണ് വാനില ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാവുള്ളൂ. അപ്പം ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ തണ്ണിമത്തങ്ങ മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് രേഖപ്പെടുത്തണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.